എറണാകുളം വടക്കൻ പറവൂരിൽ കുറുവ സംഘം എത്തിയതായി സംശയം നിലനിൽക്കുന്നു. തൂയിത്തറ പാലത്തിന് സമീപം കുറുവ സംഘമെന്ന് സംശയിക്കുന്നവരുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിയുകയുണ്ടായി. ബുധനാഴ്ച വെളുപ്പിന് 2 മണിയോടെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് സംഘം മോഷ്ടിക്കാനെത്തിയതെന്നാണ് നിലവിലെ നിഗമനം. വീടിന്റെ പിൻവാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറാനായിരുന്നു മോഷ്ടാക്കൾ പ്രധാനമായും നടത്തിയ ശ്രമം. 2ൽ കൂടുതൽ ആളുകൾ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയുണ്ടായി. ഈ പ്രദേശത്തെ 5ഓളം വീടുകളിൽ മോഷ്ടാക്കൾ കയറാൻ ശ്രമിച്ചതായിട്ടും വിവരങ്ങളുണ്ട്. വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. CCTVയിൽ കണ്ടത് കുറുവ സംഘത്തെ തന്നെയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നടന്ന മോഷണ പരമ്പരയ്ക്ക് പിന്നിൽ കുറുവ സംഘമെന്ന സൂചനകൾ ലഭിച്ചിരുന്നു. 10ലധികം മോഷണങ്ങൾ മണ്ണാഞ്ചേരി, പുന്നപ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ നടക്കുകയുണ്ടായി. പുന്നപ്ര തൂക്കുകുളത്ത് ഇന്നലെ രാത്രിയും കുറുവ സംഘം എത്തിയതായാണ് വിവരങ്ങൾ. ചിന്മയ സ്കൂളിന് സമീപം മോഷ്ടാവിനെ കണ്ടുവെന്ന് നാട്ടുകാരും വെളിപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. മുഖം മറച്ച ആളെ കണ്ടുവെന്ന് യുവതി പോലീസിന് മൊഴിയും നൽകിയിരുന്നു. മണ്ണാഞ്ചേരി, ചേർത്തല, കരിയില, കുളങ്ങര ഭാഗങ്ങളിലും സംഘം ചേർന്ന് മോഷ്ടാക്കൾ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി. പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. മുഖം മറച്ച് അർദ്ധനഗ്നരായി എത്താറുള്ള കുറുവ സംഘം പൊതുവെ അക്രമകാരികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഈ സംഘം പകൽ വീടുകൾ നോക്കിവെച്ച് രാത്രി മോഷ്ടിക്കാൻ കയറുന്നതാണ് പതിവായ രീതി.